പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ രാത്രിയിൽ നടക്കുന്ന ആത്മീയ കൂട്ടായ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഭാരങ്ങളും വേദനകളും നിരാശകളും ആകുലതകളും നിറഞ്ഞതായി ഭൂമിയിൽ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ആമേൻ നമ്മെ നിർത്തിയ സർവകൃപാലുവായ ദൈവത്തിൽ ആ ഭൂമിയിൽ നമ്മുടെ കരങ്ങളെ തട്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. ഭാരങ്ങൾ, വേദനകൾ, നിരാശകൾ, ആകുലതകൾ നിറഞ്ഞതായി ഭൂമിയിൽ ആമേൻ സന്തോഷത്തോടെ, സമാധാനത്തോടായിരിക്കാൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന സർവകൃപാലുവായ ദൈവത്തിന് നമ്മുടെ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരങ്ങളെ തട്ടി ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹിതരെ, ഫാമിലിക്ക് എല്ലാവർക്കും അതിരുകളില്ലാത്ത സ്നേഹം നടക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. Praise you, Jesus. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവ സ്നേഹം, നിത്യ സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവ സ്നേഹം, നിത്യ സ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥയിലും ഇല്ലാതെ സ്നേഹിക്കും കാതേനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവ സ്നേഹം, നിത്യ സ്നേഹം. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും, ഏത് കഷ്ടതയിലും, ഏത് വേദനയിലും, ഏത് പ്രതികൂലത്തിലും നമ്മെ സ്നേഹിക്കുന്ന ആ കർത്താവിന്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ചേർന്ന് പാടി കരങ്ങളെ തട്ടി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവ സ്നേഹം, നിത്യ സ്നേഹം. ഹല്ലേലൂയ. ഈ രാത്രി ചേർന്ന് പാടാം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അനുകമ്പാദ്രത ഹൃദയമെപ്പോഴും എനിക്കായി തുതിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അനുകമ്പാദ്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുതിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവ സ്നേഹം, നിത്യ സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവ സ്നേഹം, നിത്യ സ്നേഹം. ആമേൻ. ഹല്ലേലൂയ.
അളവുകളില്ലാത്ത ആ ദൈവ സ്നേഹത്തിന്റെ ആഴത്തെ രുചിച്ചറിയുന്ന ദൈവമക്കളെ ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച അസ്നേഹവാനായ ദൈവത്തെ, ഹല്ലേലൂയ, കഷ്ടതയ്ക്കോ പട്ടിണിക്കോ പൈതാകത്തിനോ ഒന്നും നിത്യ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ കഴിയത്തില്ല. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവ സ്നേഹം, നിത്യ സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവ സ്നേഹം, നിത്യ സ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥയിലും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. ില്ലാത്ത സ്നേഹം, ദൈവ സ്നേഹം, നിത്യ സ്നേഹം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം അനുഗ്രഹപ്പെട്ട ഈ രാത്രി കാലത്ത് കർത്താവേ, സ്നേഹത്തിലും പ്രയർ ഫാമിലി വിദേശത്തും സ്വദേശത്തും കോൺഫറൻസുമുള്ള ഞങ്ങൾക്ക് ഒരുമിച്ച് രാത്രികാലം കർത്താവിന്റെ പാദത്തിലേക്ക് എടുത്തിട്ടും സുഹൃത്തുക്കളിലായ ദൈവ ആയുസോടെ ആരോഗ്യ ബലത്തോടെ ദീർഘായുസോടെ നിർത്തി നന്ദിയോട് സ്തുതി. രാത്രി കൂടി കർത്താവെ ആയുസിന് മതിയെടുത്ത് കളയാതെ പിന്നെയും ദീർഘായുസോടെ നിർത്തിയല്ലോ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നാളത്തെ എല്ലാവിധം കണ്ണീരും കാലിനും വീശുന്നും പ്രാണിനും മനത്തും കത്തുകാരിച്ച് ആപത്തന്തങ്ങൾ രോഗ ദുഃഖങ്ങളെല്ലാം കത്താവ് പിടിച്ച് സന്തോഷമത്തോടെ ആരോഗ്യ ബലത്തോടെ നടത്തിയ വിധങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങൾ നിന്നതല്ല കർത്താവ് ഇവിടെ നിർത്തുന്ന അവൻ കുർബക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹാലമേ ഹോവാഴ്ത്തുക സർവാന്തരമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. മനമേ ഹോവാഴ്ത്തുക. ചെയ്ത് ഉപകാരങ്ങളൊന്നും മറക്കാൻ തിരുവനന്തപുരം വായിക്കുന്ന പോലെ ഓരോ ദിവസവും കർത്താവ് ചെറുതും വലുമായ എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി തരുക. നന്ദി പറയും. രാത്രിക്കാലം അവർ സഹായിച്ച മരുന്നുകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. കോഴി തൻ്റെ കുഞ്ഞിന് ചെറുങ്കീഴ് മറയ്ക്കുന്ന പോലെ, കഴുതൻ്റെ കുഞ്ഞിന് ചെറുങ്ങി മീത വായിക്കുന്ന പോലെ ഓരോ ദിവസവും കൺമുനി പോലെ ഒരു കാത്തിരി വായിച്ച് എണ്ണത്തിൽ ആരും കുറഞ്ഞു പോകാതെ അവിടെ എല്ലാവരും കാത്തിരി വായിച്ച് നടത്തി എല്ലാവിധങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ ആ നന്ദി അല്ലാതെ ഒന്നുമില്ല കർത്താവേ. അല്ലെങ്കിൽ രാത്രികാലം കർത്താവേ അങ്ങയുടെ പാതവിടലായി ഞാൻ ചുറ്റും വളരെ അനുഗ്രഹമായി വിടുതലായി സന്തോഷമായി തരുക കർത്താവേ. ഇവിടുന്നിടയാക്കണമേ അവിടുത്തോട് പ്രാർത്ഥിക്കും. രാത്രികാലം കോവിഡ് നിന്നും ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പനിയാൽ ഭാരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പലവിധ രോഗങ്ങളാൽ ഭാരങ്ങളാൽ ദുഃഖങ്ങളാൽ പ്രയാസങ്ങളാൽ ആമേ ഭാരപ്പെടുന്ന വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. പുറത്തു പറയാൻ കഴിയാതെ ആയിരിക്കുന്ന ആമേ വിമിഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും മേലെ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതം കൊണ്ടല്ലോ കർത്താവേ. ഈ രാത്രികാലത്ത് വചന ശുശ്രൂഷയിൽ ആമേ വിടുതൽ പ്രാപിപ്പം കർത്താവ്. സന്തോഷം പ്രാപിപ്പ, സമാധാനം പ്രാപിപ്പ കർത്താവ്. ഇവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കും. യുവാപ്രായമത്തെ ആമക്കളെ പെമ്മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മനുഷ്യനായകനായിരിക്കും നന്നല്ലെന്ന് കണ്ട് തക്കതായ തുണകളെ കൊടുക്കുന്ന ദൈവ. തക്ക സമയത്ത് തക്കതായ തുണകളെ കൊടുത്ത് അവിടുന്ന് മാനിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് കടഭാരത ഞെരുങ്ങുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ദിവസങ്ങളെല്ലാത്തിനും ഒരു വിശാലത അങ്ങ് വരുത്തുമാറാണമേ എന്നോടത്തോട് പ്രാർത്ഥിക്കും. ബിസിനസ് സംബന്ധമായി ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ.
സ്വന്തമായി ഭവനമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ടല്ലോ കർത്താവെ. സ്വന്തമായ ഭവനങ്ങളെ കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അല്ലല്ലോ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ടല്ലോ. ഈ ദിവസങ്ങൾ ഭവനത്തിൻ്റെ പണിയെല്ലാം പൂർത്തീകരിപ്പാ കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടുന്ന് കണ്ട് സന്തോഷിപ്പം കർത്താവ് അവിടുന്ന് ഇടയാക്കണം. ഇതാത്ത കാലത്ത് വചന ശുശ്രൂഷിക്കാൻ എൻ്റെ ദാസനെ അവിടുത്തെ കരുത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ക്രൂശിന് മറന്ന് സംസാരിപ്പാ എൻ്റെ ദാസനെ അധികാരപ്പെടുത്തണമേ എന്നോടത്തോട് പ്രാർത്ഥി ശക്തമായി കരങ്ങളത്ത് ഉപയോഗിക്കണം. മോപർഷം കൂടാതെ ദൈവദൂതുകൾ ദൈവാലോചന വിളിച്ചു പറയുക. വചനത്തിന് ആഴങ്ങൾ മർമ്മങ്ങളെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തണമേ എന്നോടത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബന്ധമില്ലാത്ത വചനം അനേക ഉള്ളങ്ങളെ ക്രിയ ചെയ്യുമാറാണമേ. അനേക ലുദ്യന്മാരുടെ ഹൃദയ രാത്രിക്കാലം തുറക്കപ്പെടും കർത്താവ് ഇടയാക്കണമേ. ഈ നദി ഒഴുകി ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണി ജീവൻ പ്രാപിപ്പ. ഈ വചനം ചെല്ലുന്നിടത്തെല്ലാം ആമേ ഹല്ലേലൂയ. വചനം ചെല്ലുന്നിടത്തെല്ലാം കർത്താവ് ചലിക്കുന്ന പ്രാണി ജീവൻ പ്രാപിപ്പ. ആമേ ഹല്ലേലൂയ. വ്യക്തികളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുക കർത്താവേ അവിടുന്ന് ഇടയാക്കണമേ എന്നോർത്ത് പ്രാർത്ഥി. വെള്ളത്തിന്മേൽ പരിവർത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിക്കാലം ഓരോരുത്തോടും അവർക്ക് ആവശ്യമായ ദൈവദൂതുകൾ ദൈവാലോചനകൾ അവർ നൽകി കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. രാത്രിക്കാലം ലൈവിൽ കിടന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരത്തിലേൽപ്പിക്കും. ചെറിയ വലിയ എല്ലാവരെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ കരം കൂടി ഇത് പ്രവർത്തിക്കുമാറാണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരോട് ഇടയാക്കണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ശക്തമായ ദാസനൊക്കെ ഞങ്ങൾ ഉപയോഗിക്കണമേ. അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ ദൈവമാകിയ അങ്ങ് ശക്തിയോടെ ബലത്തോടെ എൻ്റെ ദാസന്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമാറാണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. ആദ്യം മുതൽ അവസാനം തിരുമേനി കൂടി സഹായിക്കണം. പരിശുദ്ധാൻ തിരുമേനി കൂടി പ്രവർത്തിക്കണമേ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം ശുശ്രൂഷിക്കുക ദേവദാസനെ ക്ഷണിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. പകലിന്റെ മണിക്കൂറുകൾ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം തണലായി നമ്മോട് കൂടിയിരുന്ന് നമ്മെ ജയത്തോടെ അവിടെവിടങ്ങളിലായി സൂക്ഷിച്ച പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അക്കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഈ പ്രഭാതം കണ്ട് എത്രയോ പ്രിയപ്പെട്ടവര് ഈ സന്ധ്യയുടെ യാമം കാണാൻ കഴിയാതെ ആമേൻ ഈ ആഴ്ചയുടെ പ്രാരംഭ ദിവസം കണ്ടവർ ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസം കാണാൻ കഴിയാതെ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടപ്പോൾ അനേകര് കണ്ണുനീരും ദുഃഖവും പേറി കഴിയുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിലായിരിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എത്രയോ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവർ അകാലത്തിൽ പൊലിഞ്ഞു പോയത് നിമിത്തം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവർ, ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ടവർ, എത്രയോ പേര് ഹല്ലേലൂയ പ്രത്യാശയില്ലാത്തവരായി ഈ ഭൂമിയുടെ പരപ്പിൽ കണ്ണുനീരും ദുഃഖവും പേറി കഴിയുമ്പോൾ കാലിനെ വീഴ്ചയിൽ നിന്നോ കണ്ണിനെ കണ്ണുനീരിൽ നിന്നോ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചവനായ സർവശക്തനായ ദൈവത്തെ ഇന്ന് രാത്രി നന്ദിയുടെ ഹൃദയത്തോടെ സ്തുതിക്കുവാൻ അവസരമൊരുക്കിയ സർവകൃപാലുവായ ദൈവത്തിന് അക്കരമടിച്ച് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവരുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഇരുന്നുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും അതെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേരിൽ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാരങ്ങൾ, വേദനകൾ, നിരാശകൾ, ആകുലതകൾ ആമേൻ നിമിത്തം അനേകര് നെടുവീർപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നുവെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിക്കുന്ന ദൈവജനം അതേ മൗനമായിരിക്കാതെ ആ ആദരങ്ങളെ തുറന്ന് ആ കരങ്ങളെ തട്ടി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവ് ഇന്ന് രാത്രി ആ മുഴുവൻ സാന്നിധ്യവും നമ്മുടെ നടുവിൽ ഉലാവുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ വേദനയോടെ നിരാശയോടെ ആകുലതയോടെ ആയിരിക്കുന്നവർക്ക് ആമേൻ ഈ ലോകം നൽകാത്ത സമാധാനം നൽകുവാൻ, സന്തോഷം നൽകുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ എന്നോട് ചേർന്ന് ഒരിക്കൽ കൂടെ ആ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം
കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരു ചോദ്യത്തോടു കൂടെയാ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം നിങ്ങൾക്ക് അറിയാമോ? ഹല്ലേലൂയ. അതെ, അതിരുകളില്ലാത്ത ദൈവ സ്നേഹത്തിന്റെ ആഴം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? പ്രൈസ് ദി ലോർഡ്. അതിനാധാരമായി ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതെ വായിപ്പാനായി ചിന്തിപ്പാനായി നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം എഫെസ്യ ലേഖനം 3-ാം അധ്യായം 17 18 19 വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17 18 19 വാക്യം. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ ദൈവ സ്നേഹത്തിന്റെ ആഴത്തെ രുചിച്ചറിയുവാൻ നാളിതുവരെ കഴിയാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനത്തെ വിളിച്ചു പറയുമ്പോൾ നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച സ്നേഹവാനായ ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമമാണ്. ആ നാമത്തെ ആര് ആമേൻ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ടോ, ആ നാമത്തെ ആരാശ്രയിച്ചിട്ടുണ്ടോ അവര് അതേ ഉയർച്ച പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. ആമേൻ. എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ആ ഉയരത്തിലെ കരം ഇന്ന് രാത്രി നിന്നെ പിടിച്ചുയർത്തുവാൻ ശക്തിയുള്ള കരമാകയാൽ ആ കരത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. വായിക്കാം എഫെസ്യ ലേഖനം 3-ാം അധ്യായം 17 18 19 വാക്യം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് സ്നേഹത്തിൽ വേരുന്ന അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മാൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഒരു പ്രാർത്ഥനയോടുകൂടെയാണ് ദൈവസഭയിൽ അംഗമായിരിക്കുന്ന ദൈവജനത്തോട് അതേ പ്രബോധനവുമായി അടുത്തു വരുന്നത്. പ്രൈസ് ഗോഡ്. അതേ നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച ആ സ്നേഹവാനായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ രുചിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ പൈതാകത്തിനോ ആ ഈർച്ചവാളനോ ഉറക്കളപ്പിനോ ഒന്നും കഴിയത്തില്ല. ആമേൻ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നു നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, അത് ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവരായി അനേകര് ഭൂമിയിൽ തകർന്നുകൊണ്ടിരിക്കുമ്പോ മാതാപിതാക്കൾ, അതെ ഭാര്യ ഭർത്താക്കന്മാർ, അമ്മയപ്പന്മാർ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന് ഇടിവ് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, അതെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിൽ നടന്നുപോയ മനുഷ്യവർഗത്തെ നിത്യ തേജസ്സിന് അവകാശിയാക്കി മാറ്റുവാൻ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് അതെ നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ സ്നേഹത്തിന്റെ ആഴത്തെ ഇന്ന് രാത്രി രുചിച്ചറിയുന്ന ദൈവജനം അതെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്താലാണ് വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വേരൂന്നുകയും സ്നേഹത്തിൽ അടിത്തറയിടുകയും ചെയ്യുന്നതിനാൽ എല്ലാ വിശുദ്ധരോടും വീതിയും നീളവും ആഴവും ഉയരവും എന്താണെന്ന് മനസ്സിലാക്കുവാൻ അതെ കഴിഞ്ഞേക്കാം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹം അറിയാൻ ആമേൻ അവ അറിവ് മറികടക്കാൻ നിങ്ങൾ ദൈവത്തിന്റെ എല്ലാ പൂർണ്ണതയിലും നിറഞ്ഞു വരേണ്ടതാകുന്നു എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ദൈവസഭയിൽ അംഗമായിരിക്കുന്നവരെ പ്രബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വാസത്താൽ ഒരു യഥാർത്ഥ ദൈവ പൈതൽ ക്രിസ്തീയ ജീവിതം ആദിയോടന്തം അത് വിശ്വാസ ജീവിതമായിരിക്കും. ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ക്രിസ്തീയ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഒരു യഥാർത്ഥമായ ക്രിസ്തീയ വിശ്വാസം ഹല്ലേലൂയ എന്നിലും നിങ്ങളിലും ആമേൻ പ്രകടമാകണമെങ്കിൽ ഹല്ലേലൂയ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനത്തെ നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു, നാം അറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. ആമേൻ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഹല്ലേലൂയ ക്ഷണിക കാലം ജീവിച്ചിരിക്കുവാൻ അതെ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കുമ്പോൾ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നാം വിശ്വസിക്കുവാൻ ആമേൻ കൊള്ളുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ആരാന്നറിഞ്ഞ് അവനുമായിട്ടുള്ള കൂട്ടായ്മയിൽ ഈ ഭൂമിയിൽ ആമേൻ അതെ കൂട്ടായ്മയിൽ ദൃഢമായ ബന്ധം അതെ സ്ഥാപിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നാം ദൈവത്തെ ആശ്രയിക്കുന്നത് തുടർന്നാൽ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളെ സ്വന്തമാക്കുകയും തന്റെ ഭവനമാക്കുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മെ രക്ഷിക്കാൻ നാം അവനിൽ വിശ്വാസം അർപ്പിച്ചാൽ നമ്മുടെ ആന്തരിക ആ മനുഷ്യനെ കൈക്കൊണ്ട് നമ്മെ പൂർണ്ണമായും നിറയ്ക്കുമെന്നതിനാലും നാം അവനെ അത് വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവം ഹല്ലേലൂയ അവന്റെ നിറവിനാൽ നമ്മെ നിറയ്ക്കുവാനും ആ സ്വർഗീയ നന്മകളാൽ നമ്മെ അനുഗ്രഹിപ്പാനും തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് താൻ വെളിപ്പെടുത്തിയിരിക്കെ ഇത് ചെയ്യുമെന്നതിൽ നാം എന്തിന് ദൈവത്തെ വിശ്വസിക്കാതിരിക്കണം? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആമേൻ. അതെ ദൈവത്തെ ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യന് വെളിപ്പെടുത്തുവാനാണ് കാലത്തിന്റെ തികവെങ്കൽ കന്യാമറിയയിലൂടെ 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി കർത്താവായ യേശു ക്രിസ്തു ജനിപ്പാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അതെ ഈ സത്യം വിശ്വസിക്കേണ്ടതിന് എല്ലാ വിശ്വാസികൾക്കും അവരിൽ ക്രിസ്തു ഉണ്ടെന്ന് അതെ വിശ്വാസികൾക്ക് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ: നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവനല്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ 13:5 നമുക്ക് കാണുവാൻ കഴിയുന്നത്: നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. അവർ ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പ്രിയമുള്ളവരെ, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. ആമേൻ. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. ആമേൻ. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. പ്രൈസ് ഗോഡ്. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പി. പ്രൈസ് ഗോഡ്. ഈ ഭൂമിയിൽ ഒരു ദൈവ പൈതൽ എപ്രകാരമായിരിക്കണമെന്ന് അത് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പൗലോസ് അവർക്ക് വേണ്ടി ചില വലിയ കാര്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവരിലൂടെ ക്രിസ്തുവിന്റെ ജീവൻ പൂർണ്ണമായി വെളിപ്പെടണമെന്ന് അതേ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുകയാ. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ
ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ അക്കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ആമേൻ, അത് ഇനി ജീവിക്കുന്നത് ആമേൻ ക്രിസ്തു അത്രേ. ഹല്ലേലൂയ, ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് ആമേൻ ക്രിസ്തുവിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അവൻ മരിക്കുകയാണെങ്കിലും അവൻ ജീവിക്കുകയാണെങ്കിലും അത് ക്രിസ്തുവിന് വേണ്ടി. ഹല്ലേലൂയ, ആമേൻ. അവരുടെ ഹൃദയം അവന്റെ പാർപ്പിടമാകണമെന്ന് താൻ ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. പ്രൈസ് ഗോഡ്. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മുടെ അകത്തുണ്ട്, ക്രിസ്തു നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ചെറിയ ഒരു മുറിയിലെ അതിഥിയെ പോലെ അവനെ സൂക്ഷിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, അത് ദുഃഖകരമാണ്. ആമേൻ. നമ്മുടെ അകത്തെ മനുഷ്യന്റെ എല്ലാ ഭാഗവും പാർപ്പിടം മുഴുവനും ക്രിസ്തു സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ നമ്മുടെ സ്നേഹപൂർവമായ സമർപ്പണം, അനുസരണം, കൂട്ടായ്മ എന്നിവ ആഗ്രഹിക്കുന്നു. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിന്റെ കർത്താവാകുവാനും നമ്മുടെ ചിന്തയും അതേ പദ്ധതികളും പ്രവർത്തനങ്ങളും എല്ലാം ഭരിക്കുവാനും ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ക്രിസ്തുവിനെ നാളിതുവരെ രക്ഷകനായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഹല്ലേലൂയ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നുവെങ്കിൽ സ്നേഹിത, ക്രിസ്തു ആരാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് അതെ ദൈവ പൈതലായി ജീവിക്കുവാൻ ഇന്ന് രാത്രി ആമേൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതെ, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. പ്രൈസ് ഗോഡ്. നാം നമ്മുടെ ഭവനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ യജമാനനായിരിക്കുവാൻ ശ്രമിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ജീവിക്കുന്ന യജമാനന്റെ ദാസന്മാരാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തു രാജാതി രാജാവാണ്. നമ്മുടെ ഹൃദയത്തിൽ സിംഹാസനം പ്രതിഷ്ഠിച്ച് അതിനെ താൻ വാഴുന്ന കൊട്ടാരമാക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ തന്റെ ശക്തിയാൽ നിറച്ചെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന്റെ ആമേൻ ഇടപെടലിനായി ഇന്ന് രാത്രി അതേ മറിയ സമർപ്പിച്ചതുപോലെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് സമർപ്പിക്കുന്നവരുടെ മേൽ ഉയരത്തിൽ ആത്മാവിനെ പകരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ നാം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു മൂലയിലേക്ക് ഇരുത്തിയവരെ പോലെ അതേ പെരുമാറുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. ദൈവ സ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ച്, അതിരുകളില്ലാത്ത ആ ദൈവ സ്നേഹത്തെ കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്ന ദൈവ പൈതലെ, കർത്താവായ യേശു ക്രിസ്തുവും ഒരു ദൈവ പൈതലും തമ്മിലുള്ള ഈ ഭൂമിയിലെ ബന്ധത്തെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിന്റെ അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ ശ്രോതാവേ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തിൻ്റെതാകയാൽ അത് റീമയായി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. കണ്ണുനീർ മാറും, നിരാശ മാറും, ആകുലത മാറും, രോഗം സൗഖ്യമാകും, കടവാരം നീങ്ങിപ്പോകും. പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ ഉണ്ടാകും. ഇന്ന് രാത്രി നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റിയ ദൈവസ്നേഹത്തിന്റെ ആ വചനത്തിന്റെ അതേ ശക്തി ആമേൻ അത് രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയായും അതേ നശിക്കുന്നവർക്ക് ഇത് പോഷത്വമായും അതേ ക്രൂശിന്റെ വചനം വെളിപ്പെട്ടു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഹല്ലേലൂയ. അത് വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, സ്നേഹമുണ്ട്. ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഹല്ലേലൂയ. തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്.
സ്നേഹമെന്നത് വിശ്വാസികൾ വേരൂന്നി വളരേണ്ട നല്ല നിലം പോലെയാണ്. അവരുടെ ജീവിതം പണിതുയർത്തേണ്ട ഉറച്ച അടിത്തറ പോലെയാണിത്. പ്രൈസ് ദി ലോർഡ്. അത് വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിന്റെ അറിവ് വിശ്വാസികളിൽ അതേ സ്നേഹത്തെ എന്ത് ചെയ്യുന്നു? ഉത്തേജിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. അത് ദൈവം തന്റെ ഏകജാതനായ പുത്രൻ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമാകുവാൻ തക്കവണ്ണം ഇടയായി. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. ആമേൻ. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തന്റെ സ്നേഹത്തിന്റെ മഹാത്മ്യം ശരിയായി മനസ്സിലാക്കുകയും സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുകയും അവനെ സ്നേഹിക്കേണ്ടതുപോലെ നാം സ്നേഹിക്കുകയും വേണം. ആമേൻ. ലോകത്തെക്കാൾ വിശാലമാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ആകാശത്തിനപ്പുറം ദൈവത്തിന്റെ വാസസ്ഥലമായ സ്വർഗത്തോളം ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ അനന്തമായ ജ്ഞാനവും ഉദ്ദേശവും പോലെ ആഴമേറിയതാണ് ദൈവസ്നേഹം. പ്രിയമുള്ളവരെ, ആ ദൈവസ്നേഹത്തെ രുചിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി എന്റെ ശബ്ദത്തിലൂടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുവെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുള്ള ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. പരിജ്ഞാനത്തെ കവിയുന്ന ആ ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ ദൈവമക്കളെ, പരിജ്ഞാനത്തെ കവിയുന്ന ആമേൻ, അതേ ആ ദൈവ സ്നേഹത്തെ നമുക്ക് എങ്ങനെ അറിയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. അനന്തതയെ നമുക്ക് എങ്ങനെ ഗ്രഹിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമുക്കൊരു ആന്തരിക ജ്ഞാനവും അതിന്റെ ഒരു അനുഭവവും നൽകുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതെ, വായിച്ചറിഞ്ഞതിലൂടെയോ യാത്ര നടത്തിയതിലൂടെയോ ആഴത്തിലേക്ക് എടുത്തു ചാടിയത് കൊണ്ടോ നമുക്ക് സമുദ്രത്തെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ദൈവം തന്നെ അനന്തവും നിത്യനും മനുഷ്യന് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമുള്ളവനാണെന്ന്. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസികൾ അവനെ അറിയുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവവൈതലേ, മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ, അതെ, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക. അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുരമപ്പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ആമേൻ. ദൈവ സ്നേഹത്തിന്റെ ആഴം. ഹല്ലേലൂയ. എങ്കിലും മത്തായി സുവിശേഷം 11:27. ഹല്ലേലൂയ. മത്തായി 11:27 വേഗം വായിച്ചാൽ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എന്റെ പിതാവ് സകലവും എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. എന്റെ പിതാവ് എങ്കിൽ സകലവും ഫലമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെ അറിയുന്നില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ വായിച്ചാലും ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിനെ കൂടാതെ ആർക്കും പിതാവായ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അറിയുവാനായിട്ട് സാധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇവനിൽ ആമേൻ അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ എന്ത് ചെയ്യും? അറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ അറ്റത്തോളം ആമേൻ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നുള്ള സന്ദേശം അത് വിളിച്ചു പറഞ്ഞ് അത് കേൾക്കാൻ ഇനി സമയം ലഭിച്ചുവെന്ന് വരില്ല. അല്ലാതെ തന്നെ ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയെന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ എന്ത് ചെയ്യും?
അറിയും. അങ്ങനെ ഒരു കാലം അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ദൈവപുത്രൻ വന്നുവെന്ന് എന്നും സത്യ ദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും എന്ത് ചെയ്തു അറിയുന്നു ദൈവമക്കളെ. നാം സത്യ ദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. ആമേൻ. അവൻ സത്യ ദൈവവും നിത്യജീവനുമാകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ വായിച്ചത് കേട്ടതുപോലെ, ഹല്ലേലൂയ, പിതാവായ ദൈവത്തെ മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നുവെന്നുള്ള സത്യം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ദൈവപുത്രൻ വന്നു എന്നും സത്യ ദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. ഇന്ന് രാത്രി എത്ര പേര് ആ അറിവുള്ളവരായി ജീവിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നാം സത്യ ദൈവത്തിന്റെ, ഹല്ലേലൂയ, ആ സത്യ ദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഹല്ലേലൂയ. ഇതുപോലെയാണ് ക്രിസ്തുവിന്റെ സ്നേഹവും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിലുള്ള ആ ദൈവ സ്നേഹത്തെ കുറിച്ചുള്ള അറിവിന്റെ ഗുണനിലവാരം ഒടുവിൽ നിങ്ങൾ ആളുകളുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൽ ആരാണെന്ന് വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഫെസോസ് സഭ ദൈവസ്നേഹത്തിന്റെ സമ്പൂർണ്ണത ഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആത്മാവിൽ നിയോഗം പ്രാപിച്ച് അവനെ പ്രബോധിപ്പിക്കുവാൻ തക്കവണ്ണം അതേ ലേഖനം എഴുതിയത്. അങ്ങനെ അവർ ദൈവത്തെ നന്നായി സേവിക്കുവാനും ദൈവ കുടുംബമായി അതേ പരസ്പരം ബന്ധപ്പെടുവാനും അതേ കഴിയണമെന്നുള്ള സദുദ്ദേശത്തോടെ എഫെസ്യ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിനെന്ന് പ്രബോധിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ക്ഷമയില്ലാത്തത് കൊണ്ട് അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാ, അകന്നു പോയിക്കൊണ്ടിരിക്കുകയാ. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ക്ഷമിക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ട് കുടുംബങ്ങൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ, പട്ടണങ്ങൾ തമ്മിൽ ക്ഷമിക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുകയാ. എന്നാൽ ഇന്ന് രാത്രി പൂർണ്ണ വിനയത്തോടെ, സൗമ്യതയോടെ, ദീർഘക്ഷമയോടുകൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യുന്നവർ എവിടെയുണ്ടോ അവിടെയാണ് ദൈവ സ്നേഹം പ്രകടമാകുന്നത്. സഹോദര പ്രീതിയിൽ, ആമേൻ, അതേ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അധ്യക്ഷനായിരിക്കുന്നവർ പോലും, ദൈവസഭയ്ക്കകത്ത് ലീഡർഷിപ്പ് ആയിട്ട് നിൽക്കുന്നവർ പോലും തമ്മിൽ പരസ്പരം സ്നേഹിക്കുവാൻ കഴിയാതെ, താഴ്മയും വിനയവുമില്ലാതെ വിഘടിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഹല്ലേലൂയ. മാത്രമല്ല, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യുകയും സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. ആർക്കും തിന്മയ്ക്കു പകരം അതേ തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി. ഹല്ലേലൂയ. അതേ, ഒരുത്തൻ തിന്മ ചെയ്താൽ പകരം തിരിച്ച് തിന്മ ചെയ്യാതെ നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച സ്നേഹവാനായ ദൈവത്തിന്റെ ആ പുത്രന്റെ ആ ഭാവം തന്നെ എന്നിലും നിങ്ങളിലും പ്രകടമാകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിന് ഇടം കൊടുപ്പീൻ. അതെ, ആമേൻ, ആക്ഷേപിക്കുന്നവരെ, നിങ്ങളെ വില കുറച്ച് കാണുന്നവരെ, നിങ്ങളെ പരിഹസിക്കുന്നവരെ, പഴിചാരുന്നവരെ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രിയമുള്ളവരെ, നിത്യ സ്നേഹം കൊണ്ട് നിന്നെ സ്നേഹിച്ച സ്നേഹവാനായ ദൈവം പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിനിടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ആമേൻ, ഹാമാൻ മോർദെഖായിക്ക് വേണ്ടി കഴുകോരം ഒരുക്കി നോക്കിയിരുന്നത് അവന് വിനയായതുപോലെ, ആമേൻ, നിന്നെ നിന്ദിക്കുന്ന, നിന്നെ ആക്ഷേപിക്കുന്ന, നിന്നെ പരിഹസിക്കുന്ന, ആമേൻ, ദൈവപുത്രനെ ചോദ്യം ചെയ്ത ദുഷ്ടപിശാച്, അതെ, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ കല്ലിനോടൊപ്പമാക്കാൻ പറയാ എന്ന് ആക്ഷേപിച്ച
പിടിച്ച ദുഷ്ട പിശാച് ചില മനുഷ്യരുടെ അകത്ത് കയറി അവരിലൂടെ നിനക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിനിടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ ദൈവം വിശ്വാസികളോട് സൗജന്യമായും പൂർണ്ണമായും ക്ഷമിച്ചിരിക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് പ്രസംഗിക്കുവാൻ വേണ്ടി മാത്രം ഉള്ളതല്ല, ഇത് ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളും അവരെ ബുദ്ധിമുട്ടിക്കുന്നവരോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. അവർ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ദൈവവുമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഹല്ലേലൂയ. മറ്റുള്ളവരോട് അവർ എങ്ങനെ ചെയ്തുവോ അതുപോലെ ദൈവവും അവരോട് ചെയ്യും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് യേശു പഠിപ്പിക്കുകയുണ്ടായി. ഹല്ലേലൂയ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാനോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഹല്ലേലൂയ. ഈ സന്ദേശം അത് ലോകത്ത് വെളിപ്പെടുത്തിയ ദൈവപുത്രനായി ക്രിസ്തുവിനെ അനുഗമിച്ച ആദ്യ ശിഷ്യനായ പത്രോസ് കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണമെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. 7 വട്ടം മതിയോ എന്ന് അവൻ ചോദിച്ചു. അവൻ പരിമിതിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. യേശുവിനോട് 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സാദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കിച്ചു. ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് അവൻ വളരെ ദുഃഖിച്ച് ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ച്, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കുകയും ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലേൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവും അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യുമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മെ ബുദ്ധിമുട്ടിക്കുന്നവരോട് ക്ഷമിക്കണമെന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ. നാം ബുദ്ധിമുട്ടിക്കുന്നവരോട് ക്ഷമിക്കാതിരുന്നാൽ നാം നമ്മെ തന്നെ മുറിവേൽപ്പിക്കുന്നു. ക്രിസ്തുവിനെ ദുഃഖിപ്പിക്കുന്ന സഭയ്ക്ക് ഇടർച്ചയുണ്ടാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ സ്നേഹത്തിന്റെ ആ വെളിപ്പെടുത്തൽ പിടിക്കാൻ അവരുടെ വിവേക ശക്തി അത് പ്രബുദ്ധമാകുന്നതിനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയ്ക്ക് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഇതേ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും ബാധകമാണ്. നിങ്ങളിൽ യേശുക്രിസ്തുവിന്റെ അന്തർലീനമായ സാന്നിധ്യം നിങ്ങൾ അംഗീകരിക്കട്ടെ. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നുകയും അടിത്തറയിടുകയും ചെയ്യട്ടെ. നിങ്ങൾ ദൈവ സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴവും ഉയരവും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ സ്നേഹം അറിയുകയും ദൈവത്തിന്റെ ആ പൂർണ്ണതയിൽ നിറയുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഇടയാകും? ദൈവ സ്നേഹം അറിഞ്ഞ ശേഷം അത് പ്രായോഗികമാക്കുക. അങ്ങനെ ദൈവ സ്നേഹത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടേതായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരും. യാക്കോബിന്റെ ലേഖനം
ഒന്നാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനോ അല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. പ്രൈസലോ. മോശയുടെ ന്യായപ്രമാണം ഒരു തരത്തിലുള്ള അടിമത്തമാണ് കൊണ്ടുവന്നതെങ്കിൽ പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്ക് നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെറുപ്പാൻ ഹല്ലേലൂയ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നുവോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആകയാൽ നമ്മുടെ പിതാക്കന്മാർ ഹല്ലേലൂയ നമുക്ക് ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ന്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പി. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അതേ, വിശ്വാസികൾ ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരായിരിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പ്രൈസ്തലോ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണം സംബന്ധമായി മരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ആമേൻ അതെ ഇപ്പോൾ ഹല്ലേലൂയ അവൻ ക്രിസ്തുവിന്റെ ആമേൻ അതെ പ്രമാണത്തിൽ കീഴിൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 9:21 ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതേ, കൃപയുടെയും സ്നേഹത്തിന്റെയും പ്രമാണം ഹല്ലേലൂയ ഈ പ്രമാണം അനുസരിക്കുന്നവർക്ക് പാപം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമല്ല, മറിച്ച് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ് ലഭിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ ആമേൻ നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച സ്നേഹവാനായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലൂടെ അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സ്വർഗത്തിലെ വലുവനായ ദൈവം ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് സ്നേഹവും ഹല്ലേലൂയ അതെ സമാധാനവും സന്തോഷവും ഉള്ളവരായിരിക്കുക. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്തെ കുറിച്ച് അവിടുത്തെ വചനത്തിലൂടെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം. അത് മനസ്സിലാക്കുവാൻ കർത്താവേ അവിടുത്തെ ആത്മാവിനാൽ അവിടുന്ന് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഓരോ ദിവസവും ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം നിലനിർത്തി ആമേൻ യഥാർത്ഥമായ ദൈവ സ്നേഹം രുചിച്ചറിഞ്ഞുകൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, ഈ സ്നേഹത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. നിത്യ സ്നേഹം കൊണ്ട് ഈ ഭൂമിയിൽ ആമേൻ മാനവരാശിയെ സ്നേഹിക്കുവാൻ ദൈവം ഒരുക്കി. രക്ഷയുടെ പദ്ധതിയാകുന്ന ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ മടങ്ങിവരവിന് വേണ്ടി ജീവിപ്പാൻ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സഹായിച്ചാട്ട്. ആരെങ്കിലും രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ കഴിയുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് എല്ലാവരെയും കൈപിടിച്ചുയർത്തിയാട്ട്. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടത്തേക്ക് മാത്രം അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവറിയിൽ ജീവനർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. സ്ക്രീനിൽ കാണുന്ന 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ആമേൻ. ഇന്ന് രാത്രി ആമേൻ അതെ ഈ കൂട്ടായ്മയിൽ ആമേൻ പങ്കാളിത്തം വഹിച്ച ആമേൻ പ്രിയപ്പെട്ടവരെ എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഹല്ലേലൂയ. ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. സജി വർഗീസ് അച്ഛനായ ദൈവത്തെ സ്തുതിക്കുന്നു. ശോഭന വിജയനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ബിജു പിയാറിനായ ദൈവത്തെ സ്തുതിക്കുന്നു. തോമസ് അങ്കിളിനായ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവദാസൻ പാസ്റ്റർ ജോസ് അവറുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രസാദ് മെൻഡോസിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഷിബുനായ ദൈവത്തെ സ്തുതിക്കുന്നു. റൂഹമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും
സർവകൃപാലുവായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ ആമേൻ നാളെ ഞായറാഴ്ചയാകുന്നുവല്ലോ 12:30 ആമേൻ ആരാധനയുമായി സ്നേഹതീരം പ്രയർ ഫാമിലിയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം അവസരം ഒരുക്കുന്നെങ്കിൽ നമുക്ക് കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കാം. ആമേൻ നാളെ രാത്രിയിലും ദൈവം അവസരം ഒരുക്കിയാൽ ദൈവം അതിന്റെ ശുശ്രൂഷയുമായി കടന്നു വരുന്നതായിരിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.